നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത് what are the factors that determine the electrode potential values and the reducing characters. ഇപ്പോൾ നോക്കാം, the values of E0 of M2 plus by M എന്ന് പറഞ്ഞാൽ electrode potential of the metal and by the reducing characters of metals are determined by various factors. അതിൽ മൊത്തം നമുക്ക് 4 ഫാക്ടേഴ്സാണ് പഠിക്കാനുള്ളത്. അതിൽ ഫസ്റ്റ് 3 ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? എൻതാൽപ്പി ഓഫ് സബ്ലിമേഷൻ, അതാണ് ഡെൽറ്റ സബ് H0 എന്ന് പറയുന്നത്. പിന്നെ ഫസ്റ്റ് അയണൈസേഷൻ എൻതാൽപ്പി, സെക്കൻഡ് അയണൈസേഷൻ എൻതാൽപ്പി, അല്ലെങ്കിൽ ഫസ്റ്റ് അയണൈസേഷൻ എനർജി, സെക്കൻഡ് അയണൈസേഷൻ എനർജി. ആ മൂന്നെണ്ണം എന്താണ്? പോസിറ്റീവാണ്, ദാറ്റ് ഈസ് എനർജി കൺസ്യൂമിംഗ് ആണ്. അപ്പോൾ ഫസ്റ്റത്തെ 3 ഫാക്ടേഴ്സും എന്താണ്? എനർജി കൺസ്യൂമിംഗ് ആണ്. അപ്പോൾ ആ ഒരു ഐഡിയ നമ്മുടെ മനസ്സിലുണ്ടാവണം. ഫസ്റ്റത്തെ 3 ഫാക്ടേഴ്സ് ഏതൊക്കെ? ഡെൽറ്റ സബ് H0, അതായത് എൻതാൽപ്പി ഓഫ് സബ്ലിമേഷൻ, ഫസ്റ്റ് അയണൈസേഷൻ എനർജി ആൻഡ് സെക്കൻഡ് അയണൈസേഷൻ എനർജി. ഇവർ മൂന്നും എനർജി കൺസ്യൂമിംഗ് ആണ്. ആൻഡ് ഫോർത്ത് ഫാക്ടർ എൻതാൽപ്പി ഓഫ് ഹൈഡ്രേഷൻ എന്താണ്? നെഗറ്റീവാണ്, ദാറ്റ് ഈസ് എനർജി റിലീസിങ് ആൻഡ് ഈസ് ദ ഓൺലി ഫാക്ടർ ദാറ്റ് ഫേവേഴ്സ് എബവ് കൺവേർഷൻസ്. അപ്പോൾ നമുക്ക് ഒരു മെറ്റൽ എന്താണ് M+ അല്ലെങ്കിൽ M2+ ഓക്സിഡേഷൻ സ്റ്റേറ്റിലേക്ക് മാറുന്നത് എന്താണ്? അതിനെ ഫേവർ ചെയ്യുന്നത് ഇത് മാത്രമേ ഉള്ളൂ, എൻതാൽപ്പി ഓഫ് ഹൈഡ്രേഷൻ മാത്രമേ അതിനെ ഫേവർ ചെയ്യുന്നതായിട്ടുള്ളൂ. ഇഫ് ദ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ആൻഡ് ദ റെഡ്യൂസിങ് ക്യാരക്ടർ ഡിപ്പെൻഡ് അപ്പോൺ ഹൗ മച്ച് നെഗറ്റീവ് ദ വാല്യൂ ഓഫ് ഡെൽറ്റ hybridization how much the negative value of enthalpy of hydration compensate for the positive values of ഫസ്റ്റ് അയണൈസേഷൻ എനർജി, സെക്കൻഡ് അയണൈസേഷൻ എനർജി ആൻഡ് എൻതാൽപ്പി ഓഫ് സബ്ലിമേഷൻ. അപ്പോൾ ഈ 3 ഫാക്ടേഴ്സ് കൂടിച്ചേർന്നതിനെ എങ്ങനെയാണ് നമ്മുടെ എൻതാൽപ്പി ഓഫ് ഹൈഡ്രേഷൻ അതിനെ ഓപ്പോസ് ചെയ്യുന്നതിനെ നോക്കിയിട്ടാണ് എന്ത് ഒരു സാധനത്തിൻ്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ അതിൻ്റെ റെഡ്യൂസിങ് ക്യാരക്ടേഴ്സ് നമ്മൾ പറയാം. ലോവർ ദ വാല്യൂ ഓഫ് ഡെൽറ്റ സബ് H0, that is a sublimation enthalpy and a first ionization energy and second ionization energy, then more negative value will be obtained for either delta hydration, അല്ലെങ്കിൽ hydration enthalpy. The more negative value of electrode potential will more reducing power of the metal would be. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് അയണൈസേഷൻ എനർജി, അതേപോലെ സെക്കൻഡ് അയണൈസേഷൻ എനർജി, അതേപോലെ എൻതാൽപ്പി ഓഫ് സബ്ലിമേഷൻ, ഈ 3 എണ്ണത്തിൻ്റെ വാല്യൂ കുറവാണെങ്കിൽ ആണെന്ത് ആ മെറ്റൽ ഹൈലി റെഡ്യൂസിങ് ആണ്, അല്ലെങ്കിൽ അവരുടെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്തായിരിക്കും? ഹൈ ആയിരിക്കും ഉണ്ടാവുക. അതിനർത്ഥം എന്താണ്? അവരുടെ ഹൈഡ്രേഷൻ വാല്യൂ, എൻതാൽപ്പി ഓഫ് ഹൈഡ്രേഷൻ എന്തായിരിക്കും? കൂടുതലാണ് ഉണ്ടാവുക. അപ്പോൾ അതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യങ്ങളുള്ളൂ. ഞാൻ ചോദിക്കാവുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് എന്ത്? Mn ഹാസ് മോർ നെഗറ്റീവ് വാല്യൂ ദാൻ Cr, അതായത് മാംഗനീസിന് എന്താണ്? ക്രോമിയത്തേക്കാളും മോർ നെഗറ്റീവ് വാല്യൂ ഉണ്ട്. ദിസ് ഈസ് അട്രിബ്യൂട്ടഡ് ടു ദ ഹൈ സ്റ്റെബിലിറ്റി ഓഫ് ഹാഫ് ഫിൽഡ് D5 കോൺഫിഗറേഷൻ ഓഫ് Mn2+. നമുക്ക് ക്രോമിയത്തിനും എന്താണ്? ക്രോമിയം ഒരു ഹാഫ് ഫീൽഡ് കോൺഫിഗറേഷനിലാണ് നിൽക്കുക. കാരണം Cr നോക്കുന്ന സമയത്ത് D4 ആണ്. D4 ആണെങ്കിൽ കൂടി ഒരു ഓർബിറ്റ് ഒരു ഇലക്ട്രോൺ എടുത്തിട്ട് എന്താണ്? D5 ആയിട്ടാണ് നിൽക്കുക. പക്ഷേ മാംഗനീസിൻ്റെ കേസ് എടുത്താൽ ഓൾറെഡി എന്താണ്? D5 4s2 എന്നുള്ള കോൺഫിഗറേഷനിലാണ് നിൽക്കുന്നത്. Zn ഹാസ് മോർ നെഗറ്റീവ് വാല്യൂ ദാൻ എക്സ്പെക്റ്റഡ്. അതിന് കാരണം എന്താ? Zn ഓൾറെഡി കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ D10 കോൺഫിഗറേഷൻ കംപ്ലീറ്റ് ആയതുകൊണ്ട് തന്നെ Zn എന്താണ്? more negative than the expected. Next, nickel has more negative value than expected from the general trend, and this is attributed to the most negative value of delta hydration for Ni2+ in the first transition series. Copper has only positive value for electrode potential, and what is the reason? In the first transition series, this show the tendency to get oxidized to M2+ is the least for Cu among 3D series because high energy is needed to transform Cu to Cu2+. കാരണം എന്താണ്? ഓൾറെഡി 3D10 എന്താ കോൺഫിഗറേഷനിലാവും നിൽക്കുന്നുണ്ടാവുക, അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ഫിൽഡ് കോൺഫിഗറേഷനിലേക്കാണ് എന്ത് ചെയ്യുക? കോപ്പർ നിൽക്കുക. 3D9 ആണെങ്കിൽ കൂടി 4s2 ഒരാളെ എടുത്തിട്ട് 3D10 കോൺഫിഗറേഷനായിട്ടാണ് ആര് നിൽക്കുക? കോപ്പർ നിൽക്കുക. അപ്പോൾ കോപ്പറും ക്രോമിയത്തിൻ്റെ അനോമലസ് പ്രോപ്പർട്ടീസ് നമ്മൾ ഹൈസ്കൂൾ ക്ലാസ് മുതലേ പഠിച്ചു വരുന്ന ടോപ്പിക്കാണ്. അപ്പോൾ അതിൽ നിന്ന് ഒരു ട്രാൻസിഷൻ, ഫസ്റ്റ് അയണൈസേഷൻ എനർജി ആവാൻ ആ ഒരു സ്റ്റേറ്റിലേക്ക് എത്താൻ തന്നെ എന്താണ്? ബുദ്ധിമുട്ടാണ്. നെക്സ്റ്റ് എൻ്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ്. ഇപ്പോൾ എന്താണ് മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് നോക്കുമ്പോൾ മോസ്റ്റ് ഓഫ് ട്രാൻസിഷൻ മെറ്റീരിയൽസ് എല്ലാം എന്താണ്? ഒരു പാരാമാഗ്നറ്റിക് നേച്ചറുള്ള ആൾക്കാരാണ്. അപ്പോൾ അത് നമ്മളിങ്ങനെ കണക്കാക്കുക, ഒരു ഇക്വേഷൻ ഉണ്ട്, μ = √n × n+2 എന്ന് പറഞ്ഞിട്ടുള്ള ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? അത് കണക്കാക്കുക. അതിൽ μ എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് മൊമെൻ്റ് ആണ്, n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺ ആണ്.
So the actual magnetic moment observed would be depend upon the extent of spin orbit coupling as well as upon the type of ligand surrounding the ion and the resulting geometry, because the extent to which the orbital contribution is conjugate is depend upon these factors. ഇനി വരുന്ന ഫോർമേഷൻ ഓഫ് കളേർഡ് അയോൺസ്. അവിടെ കളർ ഉണ്ടാവാൻ കാരണം ഡി ഡി ട്രാൻസിഷൻസ് ആണ്. ലൈറ്റിനെ അബ്സോർബ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, ഡി ഓർബിറ്റൽസിലേക്കുള്ള ഇലക്ട്രോൺസ് എന്ത് ചെയ്യും, എക്സൈറ്റ് ചെയ്യും. അങ്ങനത്തെ ഡി ഡി ട്രാൻസിഷൻസ് വഴിയാണ് എന്ത് ചെയ്യുന്നത്, കളേർഡ് ഫോം ചെയ്യുന്നത്. അത് നമ്മൾ കോർഡിനേഷൻ കെമിസ്ട്രി എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അതിനെ പഠിക്കാനുണ്ട്. അതുപോലെ അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ അബ്സോർബ് ചെയ്യുന്ന അതേ കളറല്ല എന്ത് ചെയ്യുക, എമിറ്റ് ചെയ്യുന്നുണ്ടാവുക. അതായത് ഏതാ കളറാണോ അബ്സോർബ് ചെയ്യുന്നത് അതിൻ്റെ കോംപ്ലിമെൻ്ററി കളറാണ് എന്ത് ചെയ്യുക, അത് എമിറ്റ് ചെയ്യുക. ഇപ്പോൾ എക്സാമ്പിൾ പറയാം, ഇഫ് റെഡ് പോർഷൻ ഈസ് അബ്സോർബ്ഡ് ആൻഡ് ഇറ്റ് അപ്പിയേഴ്സ് ആസ് ബ്ലൂ. അതായത് നമ്മൾ ഏതാണോ ചെയ്യുന്നത്, നമ്മൾ കോർഡിനേഷൻ കെമിസ്ട്രി ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മളതിൽ പറയും. നെക്സ്റ്റ് വൺ, കാറ്റലിറ്റിക് പ്രോപ്പർട്ടീസ്. The transition metals and their compounds exhibit great catalytic activity. ഇത് 3 മാർക്ക് സെക്ഷനിൽ അതിന് മുമ്പത്തെ കൊല്ലങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട് കാറ്റലിറ്റിക് പ്രോപ്പർട്ടീസ്. ഇപ്പോൾ നോക്കാം, ദ കാറ്റലിറ്റിക് ആക്ടിവിറ്റി ഓഫ് ട്രാൻസിഷൻ മെറ്റൽ ഈസ് ആട്രിബ്യൂട്ടഡ് ഡ്യൂ ടു ദയർ chemisob reactant molecules and adopt variable oxidation state and to form complexes and thereby enabling them to provide favorable reaction sites for the reactants. ഇപ്പോൾ പ്രധാനമായിട്ട് 3 കാരണങ്ങൾ കൊണ്ടാണ് എന്ത്, ഫസ്റ്റ് വൺ കെമിസോബ് റിയാക്ടൻറ്റ് മോളിക്യൂൾസ് ആണ്, അവർക്ക് എന്താണ് അതിനുള്ള അബിലിറ്റി ഉണ്ട്. പിന്നെ അഡോപ്റ്റ് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്, മൂന്നാമത്തെ എന്താണ് ഫോം കോംപ്ലക്സസ്. ഈ 3 പ്രോപ്പർട്ടീസ് വെച്ചിട്ടാണ് എന്ത് ഇതിനെ നമ്മൾ കാറ്റലിസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. Catalysis by transition metals involves the formation of bonds between reactant molecules and the atoms at the active sites of catalyst surface. The first row transition metals, 3D 4s electrons for bonding purposes during the catalytic activity. ഇപ്പോൾ റിയാക്ഷൻ പ്ലസ് കാറ്റലിസ്റ്റ് എന്താവും, ഒരു ആക്ടിവേറ്റഡ് സഫക്സ് കോംപ്ലക്സ് ഫോം ചെയ്യും. പിന്നെ എന്തായി പ്രൊഡക്റ്റ് പ്ലസ് കാറ്റലിസ്റ്റ് ആയിട്ട് മാറുകയാണ് ചെയ്യാം. ഇപ്പോൾ കുറച്ച് എക്സാമ്പിൾ പറയാനാണെങ്കിൽ ഏതൊക്കെയാണ്, വെനേഡിയം നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. വെനേഡിയം പെൻഡോക്സൈഡ് ആയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഏതിൽ, കോണ്ടാക്റ്റ് പ്രോസസ്സിൽ, അതായത് സൾഫ്യൂരിക് ആസിഡിൻ്റെ പ്രിപ്പറേഷനിൽ. ഹാബോ പ്രോസസ്സിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ കുറച്ച് എക്സാമ്പിൾസ് എഴുതാം. നിക്കൽ യൂസ് ചെയ്യുന്നുണ്ട് റിഡക്ഷന് വേണ്ടിയിട്ട് അല്ല. പിന്നെ വരുന്ന വേറൊരു പ്രോപ്പർട്ടി, ഫോർമേഷൻ ഓഫ് നോൺ സ്റ്റോഷിയോമെട്രിക് കോമ്പൗണ്ട്സ്. ഇപ്പോൾ എന്താണ് അത് പറഞ്ഞാൽ നോക്കാം. നോൺ സ്റ്റോഷിയോമെട്രി അറൈസസ് ഇൻ ദ ട്രാൻസിഷൻ മെറ്റൽസ് കോമ്പൗണ്ട്സ് ഡ്യൂ ടു ഡിഫക്ട്സ് ഇൻ ദ ക്രിസ്റ്റൽ ലാറ്റിസസ് ആൻഡ് വേരിയബിൾ വാലൻസി ദാറ്റ് മെറ്റൽ എക്സിബിറ്റ്. ദിസ് ഈസ് മോസ്റ്റ് കോമൺ ഇൻ ട്രാൻസിഷൻ മെറ്റൽ ഓക്സൈഡ്സ്, ഹൈഡ്രൈഡ്സ്, ബോറൈഡ്സ്, കാർബൈഡ്സ് ആൻഡ് നൈട്രൈഡ്സ്. ഇപ്പോൾ നോൺ സ്റ്റോഷിയോമെട്രിക് ഡിഫക്ട്സും കാര്യങ്ങളും നമ്മൾ നമ്മുടെ 6th സെമ്മിൽ തന്നെ ഫിസിക്കലിൽ സോളിഡ് സ്റ്റേറ്റ് 2 എന്ന് പറഞ്ഞ മൊഡ്യൂളിൽ എന്താണ് ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോസ് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നതെന്ന് മാത്രം എന്ത് ചെയ്താൽ മതി, നോക്കിയാൽ മതി. അപ്പോൾ അങ്ങനത്തെ എന്താണ് നോൺ സ്റ്റോഷിയോമെട്രിക് ഡിഫക്ട്സുകൾ ഫോം ചെയ്യുന്നുണ്ട്. മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റ്. അപ്പോൾ അതിനൊരു എക്സാമ്പിൾ പറഞ്ഞാൽ, വെൻ സെഡൻ സിങ്ക് ഓക്സൈഡ് ഹീറ്റ് ചെയ്ത് സമയം നമുക്ക് എന്ത് കിട്ടും, എ പോർഷൻ ഓഫ് ഇറ്റ് ലോസസ് ഓക്സിജൻ ആൻഡ് ടേൺസ് യെല്ലോ ഇൻ കളർ. And this is a non-stoichiometric defect of zinc oxide. non-stoichiometric defect ഏതാണ്, മെറ്റൽ എക്സസ് ഡിഫക്റ്റ് ആണ് ഇവിടെ ഉണ്ടാവുന്നത്. അത് നമ്മൾ സോളിഡ് സ്റ്റേറ്റ് 2 ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കുന്നതാണ്. പിന്നെ പറഞ്ഞാൽ അലോയ് ഫോർമേഷൻ. അപ്പോൾ ട്രാൻസിഷൻ മെറ്റൽസ് ഫോം അലോയ്സ് എമംഗ് ദംസെൽഫ് വിത്ത് നോൺ ട്രാൻസിഷൻ മെറ്റൽസ്. അപ്പോൾ ഒന്നെങ്കിൽ ട്രാൻസിഷൻ മെറ്റൽ എന്ത് ചെയ്യും, അവരിൽ തന്നെ 2 ട്രാൻസിഷൻ മെറ്റൽസ് കൂടി ചേർന്നിട്ട് ഒരു അലോയ് ആവും, അല്ലെങ്കിൽ ട്രാൻസിഷൻ മെറ്റൽസും നോൺ ട്രാൻസിഷൻ മെറ്റൽസും കൂടി ചേർന്നിട്ട് എന്ത് ചെയ്യും, അലോയ്കൾ ഫോം ചെയ്യും. ദ ഡിസ്ട്രിബ്യൂഷൻ മേ റാൻഡം ഓർ ഓർഡർഡ് ആൻഡ് ഓഫൻ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ടെമ്പറേച്ചർ. Such alloy formation is favored between atoms with a comparable metallic radii and comparable electronegativities. അപ്പോൾ അവിടെ ഒരു അലോയ് ഫോം ചെയ്യണമെന്ന് വെച്ചെങ്കിൽ എന്ത് മാത്രമാണ് ക്രൈറ്റീരിയൻ ഉള്ളൂ, ഒരേ അറ്റോമിക് റേഡിയൈ, ഒരേ മെറ്റാലിക് റേഡിയൈ ആയിരിക്കണം, അല്ലെങ്കിൽ കമ്പയറബിൾ ചെയ്യാം, അല്ലെങ്കിൽ സിമിലർ ആയിരിക്കണം, അല്ലെങ്കിൽ എന്താണ് കമ്പയറബിൾ ഇലക്ട്രോ നെഗറ്റിവിറ്റീസ്. ഈ 2 ഫാക്ടേഴ്സാണ് എന്ത് അവിടെ നമ്മൾ അലോയ് ഫോർമേഷനിൽ നോക്കുന്നുള്ളൂ. എൻ്റെ എക്സാമ്പിൾസ് എന്താണ്, CuAu, AgAu, Cu നിക്കൽ. അല്ല Cu നിക്കൽ നമുക്ക് കുറച്ചും കൂടി അറിയുന്ന ഒന്നാണ്. ദ അലോയ് ഓഫ് ട്രാൻസിഷൻ മെറ്റൽസ് formed are generally hard and have high melting point and are considerable industrial importance. അപ്പോൾ അങ്ങനെ ഉണ്ടാവുന്ന അലോയ്കൾക്ക് എന്തായിരിക്കും, പൊതുവേ
ഭയങ്കര ഹാർഡായിരിക്കും, അതുപോലെ ഹൈ മെൽറ്റിംഗ് പോയിൻ്റുള്ള ആൾക്കാരായിരിക്കും. ഇൻഡസ്ട്രിയൽ ഇമ്പോർട്ടൻസിനാണ് പൊതുവെ ഇങ്ങനത്തെ അലോയ്സ് നമ്മൾ യൂസ് ചെയ്യുക. അതിന് എക്സാമ്പിളാണ് ബ്രാസ്, ബ്രോൺസ്, അതുപോലെ അലോയ് സ്റ്റീൽസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഇനി ഇതിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു ടോപ്പിക്ക് നോക്കുന്നത് വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഫസ്റ്റ് റോ ആൻഡ് അതർ 2 റോ ഓഫ് ട്രാൻസിഷൻ മെറ്റൽസ്. ട്രാൻസിഷൻ മെറ്റലിൽ 3 റോസ്, പിന്നെ വരുമ്പോഴേക്കും എന്ത് ചെയ്യും, അവിടെ ലാന്തനോയിഡ്സും ആക്ടിനോയിഡ്സും വരും. അപ്പോൾ ഫസ്റ്റത്തെ 3 റോസ് തമ്മിൽ എന്തൊക്കെയാണ് ഡിഫറൻസ് വരുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ഫസ്റ്റത്തെ ക്രൈറ്റീരിയ നോക്കുക, അറ്റോമിക് സൈസ് നോക്കുന്ന സമയത്ത് അറ്റോമിക് റേഡിയായ 4D സീരീസ് ആൻഡ് 5D സീരീസ് ട്രാൻസിഷൻ എലമെൻറ്റ്സ് ഗ്രൂപ്പ്സ് ഹാവ് വെർച്വലി സെയിം. അതായത് ലാന്തനോയിഡ്സ് കോൺട്രാക്ഷൻ കാരണം എന്താണ്, 4D സീരീസിനും 5D സീരീസിനും ഏകദേശം ഒരേ അറ്റോമിക് റേഡിയായി ഉണ്ടാവുക. പക്ഷേ 3D സീരീസിന് എന്തായിരിക്കും, കുറച്ചും കൂടി ലോവർ ആണ് ഉണ്ടാവുക സൈസ്. ഇനി റിയാക്ടിവിറ്റി നോക്കുകയാണെങ്കിൽ എലമെൻറ്റ്സ് ഓഫ് ദ ഫസ്റ്റ് റോ ആൻഡ് ആർ മോർ റിയാക്റ്റീവ് ദാൻ സെക്കൻഡ് റോ ആൻഡ് തേർഡ് റോ. അപ്പോൾ ഫസ്റ്റ് റോയിലുള്ള ആൾക്കാരാണ് അല്ലെങ്കിൽ 3D സീരീസിലുള്ള ആൾക്കാരാണ് കുറച്ചും കൂടി റിയാക്ടിവിറ്റി കൂടുതലായിട്ടുള്ള ആൾക്കാർ. ഇനി സ്റ്റെബിലിറ്റി നോക്കുകയാണെങ്കിൽ എന്താണ്, the +2 and +3 state are more important for the elements of first row but are less important for the elements in the second and third rows which prefer higher oxidation state. അപ്പോൾ 3D സീരീസിലുള്ള ആൾക്കാർ എന്തേ ഫോം ചെയ്യുള്ളൂ, +3 ഓക്സിഡേഷൻ സ്റ്റേറ്റ് മാത്രമേ ഫോം ചെയ്യുള്ളൂ, അല്ലെങ്കിൽ അതാണ് അവരുടെ ഹയസ്റ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് വരുന്നത്. പക്ഷേ ബാക്കിയുള്ള ആൾക്കാർക്ക് ഇപ്പോൾ 4D 5Dയിലൊക്കെ നമ്മൾ വരികയാണെങ്കിൽ അവരെന്ത് ചെയ്യും, ഹയർ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് കുറച്ചും കൂടി പ്രിഫർ ചെയ്യുക. ഇനി നമ്മൾ കോർഡിനേഷൻ നമ്പർ ഇൻ കോംപ്ലക്സസ്. ദ ഫസ്റ്റ് റോ എലമെൻറ്റ്സ് റെയർലി ഷോ കോർഡിനേഷൻ നമ്പർ ഗ്രേറ്റർ ദാൻ 6 ഇൻ കോംപ്ലക്സസ്. അപ്പോൾ ഫസ്റ്റ് റോയിലുള്ള ആൾക്കാർ അല്ലെങ്കിൽ 3D സീരീസുകാർ എന്ത് ചെയ്യും, 6ൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ചിലപ്പോൾ മാത്രമാണ് 6ൽ കൂടുതലുള്ള കോർഡിനേഷൻ നമ്പേഴ്സ് കാണിക്കുള്ളൂ. ബാക്കിയുള്ളവർ എന്ത് ചെയ്യും, 6ന് മുകളിലുള്ള കോർഡിനേഷൻ നമ്പേഴ്സ് കാണിക്കും. ഇനി അവരെ ടൈപ്സ് ഓഫ് കോംപ്ലക്സസ് ഫോം ചെയ്യുന്നത് നോക്കുകയാണെങ്കിൽ, സിൻസ് സെക്കൻഡ് ആൻഡ് തേർഡ് റോ എലമെൻറ്റ്സ് ആർ ലാർജർ ആൻഡ് ദെയർ ഓർബിറ്റൽസ് ആർ ലാർജർ, ഇറ്റ് റിക്വയർസ് ലെസ് എനർജി ടു പെയർ വിത്ത് ദ ഇലക്ട്രോൺ ദാൻ ഇറ്റ് ഡസ് ഫ്രം ദ ഫസ്റ്റ് റോ ഓഫ് മെറ്റൽ അയൺ. അപ്പോൾ ligands that do not force the pairing of electrons in complexes of first row metal ion may do so in second row or third row of metal. ഇപ്പോൾ ഇത്രയാണ് ഇതിൽ നോക്കുന്നുള്ളൂ. ഇനി നെക്സ്റ്റ് ക്ലാസ് മുതൽ നമുക്ക് ഇന്നർ ട്രാൻസിഷൻ എലമെൻറ്റ്സും അതിൻ്റെ ഫീച്ചേഴ്സും നോക്കാം.